ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് LBSന്റെ പാരാമെഡിക്കൽ ഗവൺമെന്റ് കോളേജസിലെ ചാൻസസ് പ്രഡിക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ LBS പാരാമെഡിക്കൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 26-ാം തീയതി വരെയാണ് നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഓൾറെഡി കോളേജ് ലിസ്റ്റ് പാരാമെഡിക്കലിന്റെ ഡിഗ്രി കോളേജ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരുപാട് കോളേജസ് ഇനിയും അപ്രൂവൽ കിട്ടി വരാനുണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്ക് ഇപ്പോൾ വന്ന ഒരു കോളേജ് ലിസ്റ്റിൽ നിന്നും ഞാൻ എടുത്ത ഗവൺമെന്റ് കോളേജസിനെ പറ്റിയിട്ടുള്ള മാത്രം വീഡിയോ ആണ് ഇത് ചെയ്യുന്നത്. സെൽഫ് ഫിനാൻസിങ് കോളേജസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ലെങ്തി ആയി പോകും. അപ്പൊ നമുക്ക് അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പൊ ഇപ്രാവശ്യം ഗവൺമെന്റ് കോളേജസിൽ നമുക്ക് ഇപ്പോൾ വന്ന ഓപ്ഷൻസ് അനുസരിച്ച് വന്നിട്ടുള്ള ഓരോ കോഴ്സസിന്റെയും കോളേജസിന്റെയും ചാൻസസ് നമുക്ക് നോക്കാം. 2024 നമ്മളിപ്പോൾ കമ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ് ഇൻ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ സ്ട്രീം 2024 എന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഓരോ കോഴ്സസ് ആയിട്ട് നോക്കാം. ഈ വർഷത്തെ BCVT അതായത് ബാച്ചിലർ ഓഫ് കാർഡിയോ വാസ്കുലർ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സിലേക്ക് ഈ വർഷം തിരുവനന്തപുരം, കോഴിക്കോട്, കോട്ടയം, തൃശൂർ എന്നീ ജില്ലകളിലെ ഗവൺമെന്റ് കോളേജസിലാണ് അഡ്മിഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തിരുവനന്തപുരം തന്നെ നോക്കാം. കോഴ്സായിട്ട് ഞാൻ BCVT സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് കോളേജ് കൊടുക്കാം. കോളേജ് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കൊടുക്കാം. അവിടെ എത്ര പേർക്കാണ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ വർഷത്തെ കണക്കാണ് ഈ പറയുന്നത്. ഓക്കെ, അതായത് സ്റ്റേറ്റ് മെറിറ്റിൽ 300 റാങ്കുള്ള കുട്ടികൾക്കാണ് കിട്ടിയിട്ടുള്ളത്. മുസ്ലിമിനായാലും 300 റാങ്കുള്ള കുട്ടിക്കാണ് കിട്ടിയിട്ടുള്ളത്. അതും 6ാമത്തെ അലോട്ട്മെന്റിലാണ് കിട്ടിയിട്ടുള്ളത് എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. നമുക്കറിയാം കഴിഞ്ഞ വർഷം ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് കുറവാണ്. എന്നാൽ കൂടിയും നമുക്ക് അഡ്മിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള സീറ്റും അവൈലബിൾ ആയിരിക്കണം എന്നതും നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ അവസാനം കിട്ടിയിരിക്കുന്നത് PD കോട്ടയിലാണ്. 240 ആണ് ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. 45,807 ആണ് ആ കുട്ടിക്ക് വരുന്ന സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ PD എന്ന് പറയുന്നത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി എന്നാണ്. അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ്. അതുപോലെ SC കാറ്റഗറിയിൽ 3ാമത്തെ അലോട്ട്മെന്റിൽ 294.17 എന്ന് പറയുന്ന ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് നോക്കാം. ഇവിടെ എല്ലാവർക്കും വന്നിരിക്കുന്നത് ഇൻഡെക്സ് മാർക്ക് 300-ന് 300 മാർക്കുള്ള കുട്ടികൾക്കാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. 1ഉം 2ഉം അലോട്ട്മെന്റിലായിട്ട് കിട്ടുകയും അവർ അഡ്മിഷൻ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കിപ്പോ 4 സീറ്റാണ് ഇതിന് കഴിഞ്ഞ വർഷം അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വർഷം എത്രയാണെന്നുള്ളത് നിങ്ങളുടെ കോളേജ് ലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ചിലപ്പോൾ വേരിയേഷനും കാര്യങ്ങളും ഉണ്ടാകാം, ചിലപ്പോൾ ഉണ്ടാവാതെയും ഇരിക്കാം. അപ്പോൾ ഒരു 10 പേർക്കും ഈ കോഴ്സ് തന്നെ ഇന്ന കോളേജിൽ കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പേർക്കും 300-ൽ 300 ഉണ്ടെങ്കിലും കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മുടെ സീറ്റ് വാക്കൻസിയും കൂടെ അനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയുള്ളൂ എന്നതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം നോക്കാം. ഇവിടെ ലാസ്റ്റ് SC കാറ്റഗറിക്ക് 4ാമത്തെ അലോട്ട്മെന്റിൽ 289.17 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്കാണ് കിട്ടിയിരിക്കുന്നത്. 12,446 ആണ് ആ കുട്ടിയുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എന്ന് പറയുന്നത്. കാറ്റഗറി റാങ്ക് വരുന്നത് 276 ആണ്. കാറ്റഗറി റാങ്ക് ബേസ് ചെയ്തിട്ടാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതുപോലെ മുസ്ലിമിലും കിട്ടിയിട്ടുള്ളത് 2ാമത്തെ അലോട്ട്മെന്റിൽ 300 മാർക്ക്. ബാക്കി എല്ലാവർക്കും 300 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്കാണ് ഗവൺമെന്റിൽ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ നോക്കാം. ഇവിടെയും 4 സീറ്റുകളായിരുന്നു അവൈലബിൾ ആയിട്ടുള്ളത്. 300 മാർക്കുള്ള കുട്ടികൾക്കാണ് കിട്ടിയിട്ടുള്ളത്. EW കാറ്റഗറിയിൽ 299.17 മാർക്കുള്ള കുട്ടിക്കും കിട്ടിയിട്ടുണ്ട്. 1615 ആണ് ആ കുട്ടിയുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ വർഷത്തെയും തിരുവനന്തപുരം, കോഴിക്കോട്, കോട്ടയം, തൃശ്ശൂർ ആണ് BCVT ബാച്ചിലർ ഓഫ് കാർഡിയോവാസ്കുലർ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ് ഉള്ളത്. അവിടെ കഴിഞ്ഞ വർഷം ഇങ്ങനെയായിരുന്നു അഡ്മിഷൻ പ്രോസസ്സിംഗ് നടത്തിയിട്ടുള്ളത് എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് കോഴ്സ് ആയിട്ടുള്ള BSc ഡയാലിസിസ് ടെക്നോളജി കോഴ്സിനെ പറ്റിയിട്ട് നോക്കാം. ഇത് ആലപ്പുഴ, എറണാകുളം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം എന്നീ ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിലാണ് ഉള്ളത്. BSc ഡയാലിസിസ് ടെക്നോളജി കോഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് BSc ഡയാലിസിസ് ടെക്നോളജി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആലപ്പുഴ നോക്കാം. ഇവിടെ ലാസ്റ്റ് SC കാറ്റഗറിക്ക് 4ാമത്തെ അലോട്ട്മെന്റിൽ 289.33 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്കാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ LC കാറ്റഗറിയിലും 292 മാർക്കുള്ള കുട്ടിക്കാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ ഇവിടെ നോക്കണം, 296
67 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്ക്, അതായത് മുസ്ലിം കാറ്റഗറിയിലുള്ള കുട്ടിക്ക് 20ാമത്തെ അലോട്ട്മെന്റിലാണ് അവിടെ അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷം എത്ര അലോട്ട്മെന്റ് ഉണ്ടായിരുന്നു എന്നത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 25ന് മേലെയുള്ള അലോട്ട്മെന്റ് കഴിഞ്ഞ വർഷം പോയിട്ടുണ്ട്. ഈ 25ഉം 26ഉം ഒക്കെ അലോട്ട്മെന്റ് വന്ന സമയത്താണ് പല കുട്ടികൾക്കും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കിട്ടിയിട്ടുമുള്ളത്. അപ്പോൾ അത്രത്തോളം പോകണം എന്നുള്ളവർക്ക് അങ്ങനെ പോകാവുന്നതാണ്. അത് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ വേണം നിങ്ങൾ പോകാനുമായിട്ട്. ചിലപ്പോൾ കിട്ടാനും കിട്ടാതിരിക്കാനുമുള്ള പോസിബിലിറ്റി അവിടെ ഉള്ളതാണ്. ഇനി നമുക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എറണാകുളം നോക്കാം. ഇവിടെ SC കാറ്റഗറിക്ക് 285 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്കാണ് കിട്ടിയിട്ടുള്ളത്. അതും 4ാമത്തെ അലോട്ട്മെന്റിലാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ LC കാറ്റഗറിയിൽ 6ാമത്തെ അലോട്ട്മെന്റിൽ 289.16 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്കാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ BH കാറ്റഗറിക്ക് 17ാമത്തെ അലോട്ട്മെന്റിലാണ് 294.99 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എത്രത്തോളം അലോട്ട്മെന്റ് പോകേണ്ടി വരും എന്നതും കൂടി മനസ്സിലാക്കുക. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ തന്നെ വേണം എന്നുള്ള കുട്ടികൾ. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്, സ്റ്റേറ്റ് മെറിറ്റില് ഒരു കുട്ടിക്ക് 14ാമത്തെ അലോട്ട്മെന്റിലാണ് 300ന് 300 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത്. 1-2 അലോട്ട്മെന്റിലല്ല, 14ാമത്തെ അലോട്ട്മെന്റിൽ. ചിലപ്പോൾ സെൽഫ് ഫിനാൻസിംഗ് ഒക്കെ കിട്ടിയതിന് ശേഷം ഗവൺമെന്റ് കോളേജിൽ കിട്ടാൻ വേണ്ടി ലാസ്റ്റ് വരെയും പ്രയത്നിച്ചവരായിരിക്കാം ഇവരൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലാക്കിയിട്ട് വേണം, നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങൾക്ക് ഏത് കോഴ്സ് ഏത് കോളേജിൽ പഠിക്കണം എന്നുള്ളത്. അതിനുവേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക എന്നതാണ് നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം. അതായത് മാർക്കും കൂടി ഉള്ള കുട്ടികൾ മാക്സിമം ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. മാർക്ക് കുറഞ്ഞ കുട്ടികൾ വേറെ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പൊ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് എങ്ങനെയാണ് ഓപ്ഷൻ വെക്കേണ്ടത്, അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയും കൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. ഇനി അടുത്തത് നമുക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം നോക്കാം. ഇവിടെ ലാസ്റ്റ് SC കാറ്റഗറിക്ക് 271.66 മാർക്കുള്ള കുട്ടിക്കാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ VK കാറ്റഗറിയിൽ 285.83, DV കാറ്റഗറിയിൽ 291.67, EWSന് 295.84. അതൊക്കെ 17ാമത്തെ അലോട്ട്മെന്റിലാണ് കിട്ടിയതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 295.84 മാർക്കുള്ള കുട്ടിക്ക് 17ാമത്തെ അലോട്ട്മെന്റിലാണ് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കുക. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആയതുകൊണ്ടാണ് ഇവിടെ നിന്ന് മാറുന്ന കുട്ടികൾ കാണും. അങ്ങനെയൊക്കെയാണ് ഇവിടെ വാക്കൻസി വരുന്നത് എന്നത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഇനി നമുക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് നോക്കാം. ഇവിടെ ലാസ്റ്റ് അലോട്ട്മെന്റ് വന്നിരിക്കുന്നത് PD, അതായത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണ് ഈ PD എന്ന് പറയുന്നത്. 251.67 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. STക്ക് ആണെങ്കിൽ 276, SCക്ക് 290, EWSന് 293, KN കാറ്റഗറിയിൽ 293, KU കാറ്റഗറിയിൽ 295, BX കാറ്റഗറിയിൽ 296, EZ ഈഴവ കാറ്റഗറിയിൽ 298, മുസ്ലിം കാറ്റഗറിയിൽ 298.34 ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെയൊക്കെ എത്രാമത്തെ അലോട്ട്മെന്റിലാണ് കിട്ടിയതെന്നും കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ EWSന് 17ാമത്തെ അലോട്ട്മെന്റിലാണ് 294.17 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ളത് എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. കഴിഞ്ഞ വർഷം ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. അതിൽ നിന്ന് കുറച്ച് താഴെയാണ് നമുക്കിപ്പോൾ 2025 അലോട്ട്മെന്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ പോലെ ആയിരുന്നെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേനെ എല്ലാവർക്കും. ഇപ്രാവശ്യം അത്രയും വന്നിട്ടില്ല എന്നത് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം നോക്കാം. ഇവിടെ ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് SC കാറ്റഗറിയിൽ 289.17 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്കാണ്. അതുപോലെ മുസ്ലിം കാറ്റഗറിയിൽ 296.67 ഉള്ള കുട്ടിക്കാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ അത് 17ാമത്തെ അലോട്ട്മെന്റിലാണ്. എത്രാമത്തെ അലോട്ട്മെന്റ് എന്നും കൂടി നോക്കണം. 17ാമത്തെ അലോട്ട്മെന്റിലാണ് കിട്ടിയിരിക്കുന്നത്. മാർക്ക് ഉള്ളത് കൊണ്ട് ആ കുട്ടി മുന്നോട്ട് പ്രയത്നിച്ചു എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ SC കാറ്റഗറിയിൽ 2ാമത്തെ അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുണ്ട്. റിസർവേഷൻ ബേസ് ചെയ്തിട്ടാണ് കിട്ടിയിട്ടുള്ളത്. കാരണം കാറ്റഗറി റാങ്ക് എന്ന് പറയുന്നത് 27 ആയിരുന്നു. ഇനി നമുക്ക് അടുത്ത കോഴ്സിലേക്ക് പോകാം. മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി. ഇത് കോട്ടയം, തിരുവനന്തപുരം, കോഴിക്കോട് എന്നീ ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിലാണ് ഉള്ളത്. ഇമേജിംഗ് ടെക്നോളജി സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം നോക്കാം. ഇവിടെ ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് SC കാറ്റഗറിക്ക് 4ാമത്തെ അലോട്ട്മെന്റിൽ 294.17 മാർക്കുള്ള കുട്ടിക്കാണ് കിട്ടിയിട്ടുള്ളത്. LC കാറ്റഗറിയിൽ 296, BH കാറ്റഗറിയിൽ 297, ഈഴവയിൽ 299, അങ്ങനെ മുകളിലേക്ക് മാർക്കുള്ള കുട്ടികൾക്കാണ് കിട്ടിയിട്ടുള്ളത്. നല്ല രീതിയിൽ മാർക്കുള്ള കുട്ടികൾക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം ബാച്ചിലർ ഓഫ് ഇമേജിംഗ് ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സിന് കിട്ടിയിട്ടുള്ളത് നോക്കാം. ലാസ്റ്റ് മാർക്ക് വരുന്നത് SC കാറ്റഗറിക്ക് 287.5,
ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്കാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ അത് 15ാമത്തെ അലോട്ട്മെന്റിലാണ് കിട്ടിയത് എന്നതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ പലർക്കുള്ള ഡൗട്ട് ആണ്, പാരാമെഡിക്കലിനായാലും നിങ്ങളുടെ സെയിം ടോക്കൺ ഫീ തന്നെയാണ് കേട്ടോ. BSc നഴ്സിംഗിന്റെ സെയിം ടോക്കൺ ഫീ തന്നെയാണ്. 25,000 rupees ആണ് വരുന്നത്. റിസർവേഷൻ ഉള്ള കുട്ടികൾക്ക് 1,000 rupees ആണ് വരുന്നത്. അപ്പോൾ ഇനി നഴ്സിംഗിന് ഓൾറെഡി അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് പാരാമെഡിക്കൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഈ ടോക്കൺ ഫീ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആകുന്നതുമായിരിക്കും. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് നമുക്കൊരു Q&A സെക്ഷൻ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് കൂടി നോക്കാം. ഇവിടെ ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് SC കാറ്റഗറി കുട്ടിക്ക് 298.33 മാർക്കുള്ള കുട്ടികൾക്കാണ് കിട്ടിയിട്ടുള്ളത്. ബാക്കിയെല്ലാം നല്ല മാർക്കുള്ള കുട്ടികൾക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇൻഡെക്സ് മാർക്ക് 300-ന് 300 ഉള്ള കുട്ടികൾക്കാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ. ഇനി നമുക്ക് നെക്സ്റ്റ് കോഴ്സിലേക്ക് പോകാം, MLT. അപ്പോൾ MLT വരുന്നത് കണ്ണൂർ, കോഴിക്കോട്, തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിലാണ് ഈ വർഷം വന്നിരിക്കുന്നത്. പക്ഷേ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു, കാരണം നമ്മുടെ ഓപ്ഷൻസിൽ അത് കാണുന്നില്ല. നമുക്ക് ആദ്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ള ഡീറ്റെയിൽസ് നോക്കാം. ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് KN കാറ്റഗറിയിൽ 8ാമത്തെ അലോട്ട്മെന്റിൽ 266.67 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്കാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഓരോ കാറ്റഗറി നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ മനസ്സിലാകും. വേണ്ടവരൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ നോക്കാം കേട്ടോ. പറ്റുവാണെങ്കിൽ ഞാൻ എൻ്റെ വാട്സ്ആപ്പ് ചാനലിൽ ഇതിന്റെ ലിങ്ക് കൊടുക്കാൻ ശ്രമിക്കാം. ഇനി നമുക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് നോക്കാം. ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് 250.83 PD കാറ്റഗറിക്കാണ്, അതായത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ള കുട്ടിക്കാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ SCക്ക് 284.17 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്കാണ് കിട്ടിയിരിക്കുന്നത്. അതും 6ാമത്തെ അലോട്ട്മെന്റിലാണ് കിട്ടിയത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് കോഴ്സിലേക്ക് പോകാം. നെക്സ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി ആണ്. ഇത് കോഴിക്കോട് മാത്രമാണുള്ളത്. അപ്പൊ നമുക്ക് കോഴിക്കോട് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ എത്രാമത്തെ റാങ്കിനാണ് ലാസ്റ്റ് കിട്ടിയതെന്ന് നോക്കാം. ഈഴവ കാറ്റഗറിക്ക് 294.16 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്കാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ബാക്കിയെല്ലാം കുറച്ചുകൂടി കൂടുതൽ മാർക്കുള്ള കുട്ടികൾക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്ത് നമുക്ക് ഒപ്റ്റോമെട്രി കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഒപ്റ്റോമെട്രി കോഴിക്കോട്, തിരുവനന്തപുരം, പാലക്കാട് എന്നീ ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ആദ്യം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് നോക്കാം. ഇവിടെ ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി 260.83 മാർക്കുള്ള കുട്ടികൾക്കാണ്. പിന്നെ SC 290.84 മാർക്കുള്ള കുട്ടിക്കാണ്. ആ കുട്ടിയുടെ കാറ്റഗറി റാങ്ക് എന്ന് പറയുന്നത് 219 ആണ് കേട്ടോ. അതുപോലെ ഈഴവ കാറ്റഗറിക്ക് 295 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്കാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ 18ാമത്തെ അലോട്ട്മെന്റിലാണ് അത് കിട്ടിയത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ കഴിഞ്ഞ വർഷത്തെ അത്രയും ടൈറ്റ് കോമ്പറ്റീവ് ഈ വർഷം ഇല്ല എന്നതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം BSc ഒപ്റ്റോമെട്രിക്ക് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് കിട്ടിയത് ഏത് കാറ്റഗറിക്കാണെന്ന് നോക്കാം. ST കാറ്റഗറിക്ക് 4ാമത്തെ അലോട്ട്മെന്റിൽ 275 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്കാണ് കിട്ടിയിട്ടുള്ളത്. 25,050 ആണ് ആ കുട്ടിയുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എന്ന് പറയുന്നത്. പക്ഷേ കാറ്റഗറി റാങ്ക് 44 ആണ് കേട്ടോ. അതുപോലെ BH കാറ്റഗറിക്ക് 290.83 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്കാണ് കിട്ടിയിട്ടുള്ളത്. 18 ആണ് ആ കുട്ടിയുടെ അലോട്ട്മെന്റ് സ്റ്റാറ്റസ്, അതായത് 18ാമത്തെ അലോട്ട്മെന്റിലാണ് കിട്ടിയത് എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാലക്കാടും കൂടിയാണുള്ളത്. പക്ഷെ കഴിഞ്ഞ വർഷത്തെ ഓപ്ഷനിൽ നമുക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാലക്കാട് കാണാൻ സാധിക്കുന്നില്ല. ഈ വർഷം ആഡ് ആയതാണ് എന്ന് നമുക്ക് വിചാരിക്കാം. അതുപോലെ തന്നെ അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് BSc പെർഫ്യൂഷൻ ടെക്നോളജി ആണ്. ഇത് കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം എന്നീ 3 ജില്ലകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം നോക്കാം. കഴിഞ്ഞ വർഷം ഇവിടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് കിട്ടിയിരിക്കുന്നത് 294.17 ആണ്. അതും 23ാമത്തെ അലോട്ട്മെന്റിലാണ് കിട്ടിയിരിക്കുന്നത്. മുസ്ലിം കാറ്റഗറി ഉള്ള ഒരു കുട്ടിക്കാണ് കിട്ടിയിട്ടുള്ളത്. ബാക്കിയെല്ലാം അതിന് മേലോട്ടുള്ള മാർക്കുള്ള കുട്ടികൾക്കാണ് കിട്ടിയിട്ടുള്ളത് എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് BSc പെർഫ്യൂഷൻ ടെക്നോളജി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് നോക്കാം. ഇവിടെ അവസാനം റാങ്ക് കിട്ടിയിരിക്കുന്നത് 298.34 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്കാണ്. EW കാറ്റഗറിയാണ് വരുന്നത്. 6ാമത്തെ അലോട്ട്മെന്റിലാണ് കിട്ടിയിരിക്കുന്നത്. സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 2470 കാറ്റഗറി റാങ്ക് 374 ആണ്. ഇനി നമുക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം നോക്കാം. ഇവിടെ ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് 289.33 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്കാണ്. SC കാറ്റഗറിയാണ്. 4ാമത്തെ അലോട്ട്മെന്റിലാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 299.17 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്ക്, അതായത് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് വെച്ചിട്ട് 17ാമത്തെ അലോട്ട്മെന്റിലാണ് അവിടെ അഡ്മിഷൻ കിട്ടിയത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിനകത്ത് റിസർവേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് മാറുന്നത്. നിങ്ങളുടെ കാറ്റഗറി റാങ്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുന്ന ഒരു കാര്യമാണെന്നതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക.
ഇനി നമുക്ക് 2 കോഴ്സസും കൂടെയാണ്, ഫിസിയോതെറാപ്പിയും റേഡിയോ തെറാപ്പിയും. അതുകൂടി നോക്കിയതിന് ശേഷം നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് BPT കോഴ്സ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുവാണ്. അപ്പൊ ഫിസിയോതെറാപ്പി നമുക്ക് വരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ മാത്രമാണ് കേട്ടോ. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് 240.83 ആണ്, അതായത് ST കാറ്റഗറിക്ക്. അതുപോലെ SC കാറ്റഗറിക്ക് 283.33, 285 കിട്ടിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ST കാറ്റഗറിയിൽ 18ാമത്തെ അലോട്ട്മെന്റിലാണ് അവിടെ അഡ്മിഷൻ കിട്ടുന്നത് എന്നതും കൂടി മനസ്സിലാക്കുക. അതായത് ഒരു ഗവൺമെന്റ് കോളേജിൽ ഇന്ന കാറ്റഗറിക്ക് റിസർവേഷൻ ഉണ്ട്. അപ്പൊ നിങ്ങളിപ്പോ ST കാറ്റഗറി റിസർവേഷൻ ഉള്ള കുട്ടിക്ക് അവസാനം വരെ അവിടെ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് നിങ്ങൾക്ക് ഇൻഡെക്സ് മാർക്ക് കുറവാണെങ്കിലും കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ ST കാറ്റഗറിക്ക് വേക്കൻസി വരുന്ന സമയത്ത് ജനറൽ കാറ്റഗറിയോ EWSന്റെ കാറ്റഗറിയോ വന്ന് ST കാറ്റഗറി വേക്കൻസി ഉള്ളവരടുത്ത് ഓപ്ഷൻ വെച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ല. ഇതേ കാര്യം തന്നെയാണ് BSc നഴ്സിംഗിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം BSc നഴ്സിംഗിന് സ്പെഷ്യൽ അലോട്ട്മെന്റ് ഫണ്ടിന് വെക്കാൻ വേണ്ടി നിൽക്കുന്ന കുട്ടികൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. അത് നമുക്ക് Q&A സെക്ഷനിൽ പറയാട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് കോഴ്സ് ആയിട്ട് പറയുന്നത് റേഡിയോ തെറാപ്പി ആണ്. നമുക്ക് കോഴിക്കോടും തിരുവനന്തപുരവുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് കോഴിക്കോട് ആദ്യം നോക്കാം. ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് വരുന്നത് SC കാറ്റഗറിക്ക് 296.67 ആണ്. അതുപോലെ ഇനി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്തിൽ വരുന്നത് 291.67, EWS കാറ്റഗറിക്കാണ് വരുന്നത്. 17ാമത്തെ അലോട്ട്മെന്റിലാണ് കിട്ടിയതെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കോളേജ് ലിസ്റ്റിൽ വന്നിരിക്കുന്ന ഗവൺമെന്റ് മെഡിക്കൽ കോളേജസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം വേണം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെയുള്ള LBS അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് കൂടി ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാൻ. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.